Hello, children. So, the next topic we are going to discuss is quantitative dilution. Okay. Now, നമുക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് വിചാരിക്കൂ. ഓക്കെ, നമുക്ക് now ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്ന് വിചാരിക്കൂ. Now, if you want to make a solution of say sodium chloride, okay, നമുക്ക് all you have to do is you have to or potassium chloride എന്ത് വേണമെങ്കിലും or നമ്മൾ എടുത്ത സോഡിയം കാർബണേറ്റ് ഇതൊക്കെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആക്യുറേറ്റ്ലി ഇതിൻ്റെ വെയിറ്റ് എടുക്കുക. നമ്മൾ വെയിങ് ബാലൻസിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് മൊളാരിറ്റി ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ യു വോണ്ട് ടു മേക്ക് സപ്പോസ് യു വോണ്ട് ടു മേക്ക് 0.1 മോളാർ സൊല്യൂഷൻ. നമ്മൾ എന്ത് ചെയ്യും? യു വിൽ യൂസ് ദ ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് okay into 1000 divided by ഇപ്പോൾ you want to make 0.1 ഒരു 100 ml ആണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, സോ into divided by 100 ഇത് വെച്ചിട്ട് you will calculate the number of moles. ഓക്കെ, ഈ number of moles എനിക്കറിയാം, it is actually weight by molecular weight. അപ്പോൾ എനിക്ക് number of moles molecular weight multiply ചെയ്താൽ I will get the weight that I need to take. And ഇത്രയും 100 ml ഞാൻ എടുത്ത് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ എടുത്ത് നീറ്റായിട്ട് വെയിറ്റ് എടുത്ത് ഞാൻ അതിലേക്ക് ആക്കിയാൽ എനിക്ക് കറക്റ്റായിട്ട് ഇത്ര മോളാർ സൊല്യൂഷൻ ഉണ്ടാക്കാം. ദിസ് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് മൈ യുവർ പ്രൈമറി സ്റ്റാൻഡേർഡ്. ഓക്കെ, നൗ what if you have, suppose now this is all okay if you have solids alle solid undengil, what about solutions? Okay, adayithu namukku like HCl, H2SO4, okay, angantha and you have ammonia inganthe or acetic acid, glacial acetic acid, idokka nammal എന്താ പറയുക കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ് ആയിട്ടാണ് നമുക്ക് കിട്ടണത്. ഓക്കെ, ഫ്രം ദ മാർക്കറ്റ് നമ്മൾ ഒരു ലാബ് ഏജൻസിയിൽ നിന്ന് നമ്മൾ മേടിക്കുന്നത് ഇസ് ഇൻ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ലൈക്ക് ഐ സെഡ് HCl എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ അപ്രോക്സിമേറ്റ്ലി 11 to 12, ചിലപ്പോൾ അത് 10 ഒക്കെ ആ ഒരു റേഞ്ചിൽ മോളാർ സൊല്യൂഷൻ ആവും. H2SO4 is approximately 18 molar. Then our glacial acetic acid is approximately 16 molar. Anyway, whatever. So ഇത് നമുക്ക് കിട്ടണം നല്ല സ്ട്രെങ്ത് ആയിട്ടാണ് കിട്ടുക. പക്ഷെ എനിക്കിപ്പോൾ വേണ്ടത്, ഫോർ എക്സാമ്പിൾ എനിക്ക് വേണ്ടത് ഒരു 0.1 മോളാർ, എനിക്ക് 0.1 മോളാർ 100 ml HCl വേണ്ടു. എൻ്റെ ലാബിൽ ഇരിക്കുന്നത് ആ വലിയ കന്നാസിലിരിക്കുന്നത് എന്താ 11 to 12 molar solution ആണ്. So how do I prepare such solution? This is done by quantitative dilution technique. Okay, അതിൽ there is a equation that is നമ്മൾ the main approach to this is the equation which or the അതിൻ്റെ ഒരു ഫോർമുല ഉണ്ട്. ആൻഡ് നമ്മൾ അത് പറയണത് എന്താ വെച്ചാൽ it is the molarity equation or dilution formula. Fine. So what is that? ഇതിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡൈല്യൂഷൻ ചെയ്താലും നമ്മൾ ഡൈല്യൂഷൻ്റെ മുമ്പേയും അത് ചെയ്താലും ഏതാണെങ്കിലും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബിഫോർ ഡൈല്യൂഷൻ is equal to number of moles of solute after dilution. Okay, so ഇത് ഇങ്ങനെ ഒരു ഇതിൽ വെച്ചിട്ട് ദിസ് ഇസ് ദ ഡൈല്യൂഷൻ ഫോർമുല. ആൻഡ് അങ്ങനെ നമുക്ക് പറയാം V1 M1 is equal to V2 M2. സോ ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത്. ദാറ്റ് ഇസ് ഓർ ഐ ക്യാൻ ഈവൻ റൈറ്റ് ഇറ്റ് ആസ് VI MI equal to VF MF. That is നമുക്ക് you can take this as initial volume and initial molarity, final volume, final molarity. So എനിക്കിപ്പോൾ now let me go back. എനിക്ക് 0.1 molar 100 ml HCl ഉണ്ടാക്കണം.
എനിക്കറിയാം ഫോർ ഈസ് ഐ എം ജസ്റ്റ് മേക്കിംഗ് ദിസ് 10 മോളാർ ആണ് സൊല്യൂഷൻ എൻ്റെ കയ്യിലുള്ളത് എന്ന് വിചാരിക്കും. കോൺസെൻട്രേറ്റഡ് കണ്ണാസിൽ അതാണ്. സോ എനിക്ക് എന്താ, അപ്പോൾ എൻ്റെ ഫൈനലി എനിക്ക് കിട്ടേണ്ടത് 0.1 ഇൻറ്റു 100 ml. സോ മൊളാരിറ്റി ഇൻറ്റു ഐ ഡിഡ് M1 V1 ആണ് ഇവിടെ ചെയ്തത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താ, 10 മോളാർ അല്ലേ? സോ അതിൻ്റെ എത്ര വോള്യൂം എടുക്കണം? സോ ഹൗ മച്ച് ഇസ് ദ volume that I must take of 10 molar to make 100 ml. So VI inde endha 0.1 into 100 divided by 10. അപ്പോൾ എന്താ എനിക്ക് മനസ്സിലാവുക, 1 ml എടുത്താൽ മതി. നൗ ഇവിടെ മൊളാരിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ റിമെമ്പർ വാട്ട് ഐ സെഡ്, പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ അല്ലേ? സോ ടോട്ടൽ സൊല്യൂഷൻ്റെ ആണ് നമ്മളത്. സോ ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ വാട്ട് ഐ വിൽ ഡു ഇസ് ഐ വിൽ ടേക്ക് 1 ml ഓഫ് മൈ കോൺസെൻട്രേറ്റഡ് HCl, ആ കന്നാസിൽ നിന്ന് എടുത്തിട്ട് ഐ വിൽ ആഡ് ഇറ്റ് ടു 100 minus 1, ബിക്കോസ് സി ഇവിടെ 1 ഓൾറെഡി വന്നു. ടോട്ടൽ 100 ml പാടുള്ളൂ. ദാറ്റ് ഈസ് 99 ml വാട്ടർ എടുക്കും. ആൻഡ് ഓൾവേസ് റിമെമ്പർ ആസിഡ് ഇസ് ആഡഡ് ടു വാട്ടർ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾവേസ് സ്ലോലി സൈഡ് കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് എന്താ സ്റ്റർ ചെയ്ത് വെച്ചാൽ ഐ വിൽ ഗെറ്റ് പെർഫെക്റ്റ് 0.1 100 ml കിട്ടും. ദിസ് ഈസ് ഹൗ വി വിൽ മേക്ക് ഓൾ ടൈപ്സ് ഓഫ് this. Okay, now what about if I have molarity of a mixture of two solutions? Okay, now I have the രണ്ട് സൊല്യൂഷൻസ് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അത് സെയിം സാധനമാണെന്ന് വിചാരിക്കും. അത് വിചാരിക്കില്ല, സെയിം സാധനമാണ്. സോറി. സോ ദാറ്റ് ഈസ് ദ ഫോർ എക്സാമ്പിൾ NaOHൻ്റെ 0.1 മോളാറും NaOHൻ്റെ 1 മോളാർ ഉണ്ട്. ഓക്കെ, എൻ്റെ കയ്യിൽ. സോ വാട്ട് ഈസ് ദ മൊളാരിറ്റി ഓഫ് ദ മിക്സ്ചർ ഓഫ് ദീസ് ടു സൊല്യൂഷൻസ് ആണ് ചോദ്യം. അങ്ങനെ വരുമ്പോൾ ഇവിടെ വരുന്നത് വീണ്ടും ഇറ്റ് ഈസ് ഓൺലി ദിസ് മച്ച് ദാറ്റ് മൊളാരിറ്റി ഓഫ് ദ ഫൈനൽ സൊല്യൂഷൻ ഈസ് മൊളാരിറ്റി ഇൻറ്റു V1 പ്ലസ് V2 ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു M1 V1 പ്ലസ് M2 V2. അതായത് ഇപ്പോൾ ഞാൻ ഇതിൽ തന്നെ എടുക്കാം. ഐ ടുക്ക് ഫോർ മൈ ഈസ് ഐ വിൽ ജസ്റ്റ് മേക്ക് ഓക്കെ 0.1 മോളാറിൻ്റെ 10 ml എടുത്തു, 1 മോളാറിൻ്റെ 5 ml എടുത്തു. ഓക്കെ, ആൻഡ് ഐ ആം ആസ്കിങ് യു വാട്ട് ഈസ് ദി ഫൈനൽ മൊളാരിറ്റി. ഓക്കെ, സോ ഓഫ് ദ സൊല്യൂഷൻ ദാറ്റ് യു ഹാവ് മെയ്ഡ്. സോ ഇതിൽ ഈ ഇക്വേഷനിൽ വരുമ്പോൾ സെയിം NaOH തന്നെയാണ്. സോ 0.1 into 10 plus 1 into 5 അല്ലേ? So 0.1 into 10, 1 plus 5, that is equal to 6. Okay, so ഇവിടെ M into 10 plus 5 ആണ്. Okay, is equal to 6. So M is equal to 6 divided by 15. So 3 2s are 6, 5. So what is the final molarity? 0.4 molar I. Kanda. This is how I will calculate if it is to a mixture of two substances of the same, two solutions of the same substance. പിന്നെ വേറൊരു സംഭവമുണ്ട്, ദാറ്റ് ഇസ് ദ സ്റ്റോഷിയോമെട്രി ഓഫ് റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻസ്. ഓക്കെ, നമ്മളൊരു റിയാക്ഷൻ കണ്ടക്ട് ചെയ്യാണ്. ദാറ്റ് ഇസ് A plus B is forming C plus D. Okay, and idile if I am going to take X, okay, and this is in the aqueous medium, both are aqueous, all are formed in the aqueous medium. Okay, so suppose X moles of A is react and balance cheyana. Okay, balance cheyumbo eniki kittana aa values aanu idu. Okay, so ഇതിൻ്റെ അർത്ഥം X moles of A has to react with Y moles of B to give me P, C and Q moles of D. Okay, so ഇതിൽ suppose I am taking this A, I took അതിൻ്റെ എത്രയോ ഒരു വോള്യൂം, അതിൻ്റെ മൊളാരിറ്റി എത്രയോ M1 ആണ്. ഓക്കെ, ബിൻ്റെ എന്താ പറയുക V2 ആണ്, M2 ആണ് അതിൻ്റെ. അതായത് ഈ V1 M1 എടുത്ത എയിൻ്റെ
എത്രയോ വോള്യൂമും അതിൻ്റെ എത്രയോ മൊളാരിറ്റിയാണ്. അത് എടുക്കുമ്പോൾ അത് റിയാക്ട് ചെയ്യണത് V2ml അത് ഓഫ് M2 മൊളാരിറ്റി ഓഫ് B ആണ്. ഓക്കെ, ആൻഡ് അങ്ങനെ വരുമ്പോൾ ദർ ഇസ് എ ഇക്വേഷൻ. ഓക്കെ, ദർ ഇസ് എ റിലേഷൻഷിപ്പ്. അതിൽ ഇറ്റ് ഇസ് M1 V1 by X is equal to M2 V2 by Y. So this is what we used in our titration. KMNO4 അയണിൻ്റെയും ഓക്സാലിക് ആസിഡിൻ്റെ ഒക്കെ നമ്മൾ ബാലൻസ് ചെയ്ത് ഡിവൈഡ് ബൈ 10 ഡിവൈഡ് ബൈ 2 ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിരുന്നു. സോ യു ക്യാൻ ജസ്റ്റ് ഗോ ബാക്ക് ആൻഡ് ചെക്ക് ആൻഡ് യു വിൽ സീ ദിസ് ഇസ് വൈ ദറ്റ് റിലേഷൻ ഇസ്. സോ ദിസ് ഇസ് ഹൗ ദേ വിൽ റിയാക്ട്. അതാണ് കാരണം നമ്മളത് ചെയ്തത്. ഓക്കെ, so now let's go to some problems. I will take a couple of problems for you to see how to do it, and we will കുറച്ചൊരു അസൈൻമെൻ്റ് ആയിട്ട് ഞാൻ തരാം. ഓക്കെ, സോ ഇഫ് ഐ ഹാവ് 2.8 grams of KOH, potassium hydroxide, okay, and I have dissolved it in 200 ml. ഈ ml-നെ സെൻറ്റിമീറ്റർ ക്യൂബും എഴുതും കേട്ടോ. സോ ഡോണ്ട് ബി വറീഡ് അബൌട്ട് വാട്ട് ഇസ് ദ സെൻറ്റിമീറ്റർ ക്യൂബ്, വോള്യൂം ആണല്ലോ അത്. സോ 200 ml വെച്ചിട്ട് ഞാൻ ഡിസോൾവ് ചെയ്തു. ആൻഡ് ചോദ്യം ഇവിടെ കാൽക്കുലേറ്റ് മൊളാരിറ്റി. സോ ഫോർ ദിസ് ഫസ്റ്റ് യു ഷുഡ് നോ ദ മോളിക്കുലർ മാസ് ഓഫ് KOH ഇസ് 56. സോ എനിക്ക് എന്താ ഇപ്പോൾ ചെയ്യേണ്ടത്? ഇത്രയല്ലേ ഉള്ളൂ. വാട്ട് ഇസ് എ മൊളാരിറ്റി? ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ ദ മൊളാരിറ്റി ഇക്വേഷൻ. മൊളാരിറ്റി ഇസ് ഈക്വൽ ടു വെയ്റ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ. അപ്പോൾ ഇതിലൊന്ന് ഇട്ട് നോക്കൂ. 2.8 ഡിവൈഡഡ് ബൈ 56 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 200. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഈക്വൽ ടു 0.25 molar. Okay, ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. Another example, if I have 2.5 grams of acetic acid, CH3COOH. Okay, അത് ഡിസോൾവ് ചെയ്തേക്കുന്നത് 75 grams of ബെൻസീനിലെയാണ്. യു ഹാവ് ടു അഗെയിൻ കാൽക്കുലേറ്റ് മൊളാരിറ്റി. അതിൽ നമുക്ക് യുവർ അസറ്റിക് ആസിഡിൻ്റെ മോളിക്കുലർ വെയ്റ്റ് ഇസ് 60. അപ്പോൾ നമുക്ക് എന്താ അഗെയിൻ M ഇസ് ഈക്വൽ ടു എന്താ weight by molecular weight into 1000. Okay, here you have to find the molality. That is why they have given the molality ആണ് ചോദിച്ചേക്കണേ. So into 1000 divided by volume of solvent in grams. So 75 അല്ലേ? I'll write that equation. Volume of solvent in grams. അപ്പോൾ ഇത് ജസ്റ്റ് അപ്ലൈ ഇതിലേക്ക് ഇട്ടാൽ മതി. 2.5 divided by 60 into 1000 divided by 75. Okay, ഇത്രയേ ഉള്ളൂ. And you can equate it. You get some 0.556 small m ആണ് വേണ്ടത് കേട്ടോ. Now വേറൊരു ചോദ്യം. Calculate the molality, okay, of pure water. So here I know density is 1 gram per ml. Okay, നമുക്ക് density of water is 1 gram per ml. So നമുക്ക് മൊലാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മൊലാലിറ്റി എന്ന് നമ്മളിവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ 1 kilogram of solvent. അപ്പോൾ 1 kilogram of solvent നമ്മൾ എടുക്കുമ്പോൾ what is the, I need to know what is the mass of 1000 ml of water അല്ലേ? So it is very easy. I know mass, see, rho is equal to mass by volume. So mass എനിക്ക് കിട്ടണമെങ്കിൽ എന്താ ഞാൻ ചെയ്യേണ്ടത്? rho into volume ചെയ്താൽ മതി. that is 1 into I need for 1000 അല്ലേ? 1000 ml അല്ലേ എടുക്കണേ സോൾവെൻറ്റ്. സോ 1000 ml സോൾവെൻറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് അതിൻ്റെ മാസ്? 1000 grams തന്നെയാണ്, because the density is 1. okay, now
നെക്സ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ എനിക്കറിയാം ഞാൻ എടുക്കുന്നത് 1000 grams ആണ്, ആൻഡ് മോളിക്കുലർ വെയ്റ്റ് ഇസ് 18. ഓക്കെ, സോ 1000 divided by 18 into 1000 divided by ഞാൻ എടുത്ത വെയ്റ്റ് ഓഫ് സോൾവെൻറ്റും വാട്ടർ തന്നെയല്ലേ, സോ ഡിവൈഡഡ് ബൈ 1000 തന്നെ. സോ 1000 ക്യാൻസൽ ചെയ്യും, ആൻഡ് ദിസ് ഇസ് 55.55. സോ this is molarity. Small mistake, I calculated the molarity. Okay, so molarity aane, molarity varumbo, so let's take it back. Chire mistake, sorry. So ivade itrello, that is I have calculated how much, adayathu no, I know that if I am going to molarity is number of moles in one, molarity is number of moles in 1 liter of solution. അപ്പോൾ 1000 ml of solvent ആണ് എടുത്തത്. ആ സോൾവെൻറ്റ് തന്നെയാണ് നമ്മുടെ സബ്സ്റ്റൻസും ഇതിൽ. ഓക്കെ, ബിക്കോസ് യു ആർ ആസ്കിങ് പ്യുവർ വാട്ടർ, റൈറ്റ്? സോ വാട്ട് ഈസ് ദ, ഹൗ മച്ച് ഇസ് ദ വെയ്റ്റ് ഓഫ് ദാറ്റ്? അപ്പോൾ 1000. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഇസ് 1000 divided by 18 ആണ് മോളിക്കുലർ വെയ്റ്റ് കിട്ടി. ആൻഡ് ഐ ഹാവ് ടേക്കൺ 1 liter of solution. അതാണ് 1000 divided by 1000 വന്നിട്ടോ, സ്മോൾ മിസ്റ്റേക്ക്, സോറി. ആൻഡ് ദിസ് ഇസ് 55.55 മോളാർ, നോട്ട് മൊലാൽ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ, സോ ഇറ്റ്സ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ദർ ഇസ് നത്തിങ് ഡിഫിക്കൾട്ട്. ഇത് വളരെ സിമ്പിൾ ഇതാണ്, ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പിന്നെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് is take this, commercially available, okay, sulfuric acid, okay, has 15% H2SO4 by weight. Okay, avada density namukku tharum 1.1 gram per milliliter. Okay, so you have to calculate, ivada you have to calculate molality and molarity. Okay, so how do you do this? Okay, now idile first you should know that 15% means 15 grams in 100 grams of solution. Okay, അതായത് 15% of anything means 15% of H2SO4 ആണ് ഇവിടെ പറഞ്ഞത്. സോ 15 grams നമ്മൾ H2SO4 എടുത്തിട്ട് നമ്മൾ 100 gram വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നതാണ് 15%. സോ വാട്ട് വി ഷുഡ് ഡു? അപ്പോൾ നമുക്ക് എടുക്കേണ്ടത് വെയ്റ്റ് ഓഫ് H2SO4 പെർ 100 gram ഓഫ് സൊല്യൂഷൻ നമുക്ക് എടുക്കണം. ഓക്കെ, അതെത്രയാ? 15 gram ആണ് അല്ലേ? സോ ഈ 15 gram ആണ് നമ്മൾ 100 gram വെള്ളത്തിൽ ആഡ് ചെയ്തത്. സോ ഐ ക്യാൻ നൗ ഫൈൻഡ് ദ വോള്യം. വോള്യം എനിക്കറിയാം ഇസ് മാസ് ബൈ റോ. സോ ഞാൻ എടുത്തത് 100 gram അല്ലേ? സോ 100 gram ഡിവൈഡഡ് ബൈ 1.1. അപ്പോൾ എനിക്ക് എത്രയാണ് കിട്ടിയ? 90.9 ml. So the volume I have is, volume of the solution actually is 90.9 ml. Okay, because I have taken 100. Then അതായത് 100 grams I have taken off that സൊല്യൂഷൻ്റെ അല്ലേ എടുത്തത്. ആ സൊല്യൂഷനിൽ നമുക്കറിയാം അതിൻ്റെ ഡെൻസിറ്റി ഈസ് 1.1. അപ്പോൾ സോ നൗ ഇറ്റ് ഇസ് വെരി ഈസി. മൊലാരിറ്റി കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളായി, because all I have to do is weight by molecular weight into 1000 divided by the volume of solution, that is 100. Okay, sorry, divided by volume of solution, that is 90.9. Okay, അപ്പോൾ എന്താ 50 divided by 98 ആണ് molecular weight into
1000 divided by 90.9 and I will get 1.68 molar. You can just calculate, okay? നിങ്ങൾ തന്നെ calculate ചെയ്ത് നോക്കൂ. Now when you are getting a percentage, അതിനൊരു direct formula തന്നെ നമ്മൾ ഉണ്ട്. That is percentage into density into 10 divided by molecular weight ആണ്. If you are given ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ all you have to do is percentage, okay, percentage into density into 10 divided by molecular weight. ഇങ്ങനെ ചെയ്താൽ you will easily get this answer, okay? Now let's go to molality. Molality വരുമ്പോൾ we have to find the weight of water in solution because നമുക്ക് solvent അല്ലേ അവിടെ ഉള്ളത്, ഓക്കെ? അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് 100 മൈനസ് 15 എടുക്കണം. അതായത് 100 grams ഓഫ് സൊല്യൂഷനിൽ 15 gram നമ്മുടെ H2SO4 ആണല്ലോ. സോ നമ്മളത് മൈനസ് ചെയ്യുമ്പോൾ 85 grams ആണ് കിട്ടിയത്, വിച്ച് മീൻസ് 85 grams is the solvent, okay? Now it is very simple because I need gram only. എനിക്കിവിടെ റോം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. So here all I have to do is number of moles, that is 15 divided by 98 into 1000 divided by 85. ഇത് ചെയ്താൽ എനിക്ക് so much മൊലാൽന്ന് കിട്ടും, okay? So ഇതുപോലെ we'll do a lot of problems and you can just check them out. Okay, thank you.